മാത്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ള കൺസെപ്റ്റുമായിട്ടാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് ഏരിയ ആൻഡ് വോളിയം, ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്റഗ്രേഷൻ കണ്ടപ്പോൾ, അതായത് ഇന്റഗ്രൽ കാൽക്കുലസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്സ് ഇന്റഗ്രൽസ് ആണ് ഉള്ളത്. ഒന്ന് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, അടുത്തത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അതിൽ തന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ കൊടുക്കുമ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പഠിപ്പിച്ചത്. അത് എന്താണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം, എന്താണ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാൻ റെഡി ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നുള്ള ആദ്യം നമുക്ക് പഠിക്കാം. അതുപോലെ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയും. അപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അപ്പൊ ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ കർവ് y equal to f of x, the x-axis and the ordinate x equal to a and x equal to b. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയനാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ട് ഡിനോട്ട് ചെയ്തത്. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ a to b y dx where y equal to f of x. where y equal to f of x എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്നത് x ൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. and a and b are the abscissae given. അതായത് ഓർഡിനേറ്റ്, അബ്സിഷ്യ എന്നുള്ളത് നമ്മൾ ഓർഡിനേറ്റ്സ് എന്ന് പറയും. അതാണ് എയും ബിയും. ഇത് ഒരു ഫോർമുല. ഇത് എപ്പോഴാണ് ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക? ഇത് അടുത്ത ഫോർമുലയാണ്, അടുത്ത സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കുക. അത് രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമുക്കിപ്പോ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു നമ്മള്. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഓക്കെ, നമ്മുടെ കർവ് ഇപ്പം ഇങ്ങനെയാണ് പോകുന്നത് വിചാരിക്കുക, ഇങ്ങനെ പോവാണ്. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടി വരിക ഈ കർവിന്റെ ഇടയിലും അതുപോലെ എക്സ് ആക്സിസിന്റെ ഇടയിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് ആണ് ബി എന്ന് വിചാരിക്കുക. ഈ സ്റ്റാർട്ടിംഗ് ഉള്ള ഒറിജിൻ ആണ് എ എന്ന് വിചാരിക്കുക. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇടയിലുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതാണ് ഈ ഇക്വേഷനിലൂടെ പറഞ്ഞത്. ആ സമയത്ത് നമ്മുടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈന്, ഇവിടെ നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈന്, ഒരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. അതായത് അത് എക്സിൽ വരുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഫോർമുലയാണ് ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു സിറ്റുവേഷനിൽ എന്താ മാറ്റം വന്നത്? ഈ റേഞ്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ് വേരി ചെയ്യുന്ന റേഞ്ച് ആണ് ഓർഡിനേറ്റ് അല്ലെങ്കിൽ അബ്സിഷ്യ എന്ന് പറയുന്നത്. അത് എ മുതൽ ബി വരെ മൂവ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഈ ലിമിറ്റ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഞാനതൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഈ ഒരു കേസ് എങ്ങനെയാ വരുന്നത്? ഈ ഒരു കേസിൽ നമ്മളിവിടെ y ആക്സിസ് എടുത്തു, x ആക്സിസ് എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തു. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് എക്സ് ആക്സിസ് ആയിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ അല്ല, പകരം നമുക്ക് y ആക്സിസിന്റെ ഇടയിലും ആ കർവിന്റെ ഇടയിലുള്ള ഏരിയ ആണ് കണ്ടത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് എ എന്നെടുക്കും, ഈ പോയിന്റ് ബി എന്നെടുക്കും. അപ്പൊ നമുക്ക് കാണേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഏരിയ ആണ് കാണേണ്ടത്. കാരണം നമുക്ക് ആ ഒരു കർവിന്റെയും y ആക്സിസിന്റെ ഇടയിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കർവിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈയിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. ഫംഗ്ഷൻ വൈയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയപ്പോൾ എങ്ങനെ എഴുതിയത്? ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് x ഈക്വൽ ടു f ഓഫ് y. അതായത് ആ ഫംഗ്ഷൻ വൈയിലായിരിക്കും. ദ y ആക്സിസ് ആൻഡ് ദ അബ്സിഷ്യ അല്ലെങ്കിൽ ഓർഡിനേറ്റ്സ് അറ്റ് y equal to a and y equal to b is given by area equal to integral a to b x dy. ഈ x എന്ന് പറയുന്നത് എന്താണ് ഇവിടെ എഴുതിയത്? f of y എന്നാണ്.
ആ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? അപ്പൊ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ വൈയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ മുതൽ എ മുതൽ ബി വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം, അപ്പോഴേ കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇതാണ് അതിന്റെ തിയറി പാർട്ട്. ഈ രണ്ട് ഇക്വേഷൻസും എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. അത് എപ്പോഴാണ് ഉപയോഗിക്കുക? അത് എക്സ് ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്ത് വരുന്ന ഏരിയ കണ്ടുപിടിക്കാനാണ്. അതുപോലെ ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? ഇന്റഗ്രൽ എ ടു ബി എക്സ് ഡി വൈ, അത് വൈ ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്ത് വരുന്ന ഏരിയ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ സ്ട്രേറ്റ് ലൈൻ y equal to 2x plus 3 bounded by the x axis and the ordinates x equal to 1 and x equal to 3. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നത്. അതായത് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ഒന്നും പറയാൻ പറ്റൂല. അതായത് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. പക്ഷേ എപ്പോഴും ഈ ഏരിയ കണ്ടുപിടിക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളൊരു കമ്പനി നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് തുടങ്ങിയാൽ അതിൽ പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് സപ്പോസ് അത് ഗ്രാഫിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഒരു വൈ ആക്സിസ് വരച്ചു, എക്സ് ആക്സിസ് വരച്ചു. നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നതാണ് ഗിവൺ y ഈക്വൽ ടു 2x പ്ലസ് 3. ഇതാണ് നമ്മളെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വിചാരിക്കുക? പ്രോഫിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇതൊന്ന് വരച്ച് നോക്കുക, പ്ലോട്ട് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് ഗ്രാഫ് വരയ്ക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നമ്മളെ എക്സിന് വാല്യൂ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് വൈക്ക് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. എക്സിന് ഞാൻ 0 എന്ന് കൊടുക്കുന്നു. അപ്പൊ എക്സിന് ഇവിടെ 0 എന്ന് കൊടുത്ത് ഞാൻ 2 × 0 0 ആയിപ്പോ. അപ്പൊ ഇവിടെ 3 എന്ന് കിട്ടും. എക്സിന് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ വൈ എത്ര കിട്ടും? ഇത് 2 + 3 5 എന്ന് കിട്ടും. ഇനി എക്സിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. അപ്പൊ 2 × 2 4 4 + 3 7 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ എക്സിന് 3 എന്ന് കൊടുക്കുന്നു. അപ്പൊ 6 + 3 എത്ര കിട്ടും? 9 കിട്ടും. അതേമാതിരി ഞാൻ 4 എടുത്ത് വിചാരിക്കുക, 8 + 3 11 കിട്ടും. അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ കർവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ കമ്പനീന്റെ പ്രോഫിറ്റ് പോകുന്ന രീതിയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണ് ഈ കർവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് എപ്പോഴായിരിക്കും കൂടി വരിക? വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ടായിരിക്കും കൂടി വരിക. അപ്പൊ ഞാനിത് ഇവിടെ ഒറിജിനൽ ആയതുകൊണ്ട് 0 എന്ന് എടുത്തു. ഒന്നാമത്തെ വർഷം അത് 1, രണ്ടാമത്തെ വർഷം 2, മൂന്നാമത്തെ വർഷം 3, നാലാമത്തെ വർഷം 4, അഞ്ചാമത്തെ വർഷം 5, അങ്ങനെ പോവാണ്. അതാണ് എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇയറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചെയ്യുക. അപ്പൊ ഓരോ ഇയറിലും ഉള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്ന വൈ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മള് 3 എന്ന് എടുത്തു, പിന്നെ അത് 5 ആയി, പിന്നെ അത് 7 ആയി, പിന്നെ അത് 9 ആയി, പിന്നെ അത് 11 ആയി, അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മൾ പ്ലോട്ട് ചെയ്ത് എങ്ങനെയായിരിക്കും വരിക? ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് 0 കൊടുക്കുന്നു, എക്സിന്റെ സ്ഥാനത്ത് 0. അപ്പൊ നമുക്ക് വൈക്ക് 3 എന്ന് കിട്ടുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പോയിന്റ് വരിക, എക്സ് 0 വൈ 3. പിന്നെ എക്സിന് 1 ആകുമ്പോൾ വൈ 5 ആവും, എക്സ് 1 ആകുമ്പോൾ വൈ 5 ആവും. അപ്പൊ ഇവിടെയാണ് പോയിന്റ് വരിക. പിന്നെ എക്സ് 2 ആകുമ്പോൾ എത്ര കിട്ടി? 7 കിട്ടി. അപ്പൊ നമുക്ക് പോയിന്റ് ഇവിടെ വന്നു. പിന്നെ എക്സ് 3 ആകുമ്പോൾ 9 കിട്ടി, 3 ആകുമ്പോൾ 9 കിട്ടി. ഇനി എക്സ് 4 ആയപ്പോൾ 11 കിട്ടി, 4 നേരെ ഇവിടെ 11 കിട്ടി. അപ്പൊ നമ്മൾ ഇതങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ
എന്ത് കിട്ടി? ഇങ്ങനെയുള്ളൊരു ലൈൻ കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് ഇതിന്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ്. എവിടുന്ന് എവിടെ മുതലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് നമുക്ക് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദ ഓർഡിനേറ്റ്സ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. ഓർഡിനേറ്റ് ഇതിന്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 3. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഇയാൾ കമ്പനി തുടങ്ങിയപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ്, ഇതിപ്പോ മില്യണിലാണ് പ്രോഫിറ്റ് പറയുന്നതെന്ന് വിചാരിക്കാൻ പറ്റും, അസ്യൂം ചെയ്യാം. മില്യണിലാണെങ്കിൽ അയാൾക്ക് ഒന്നാമത്തെ വർഷം ആയപ്പോഴേക്ക് അയാൾക്ക് 5 മില്യൺ കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ അയാൾ 3 മില്യൺ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. തുടങ്ങിയപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ 1 ആയപ്പോൾ അത് 5 ആയി, 2 ഇയർ ആയപ്പോഴേക്ക് അത് 7 ആയി, അങ്ങനെ പോകും. അപ്പൊ ആ പ്രോഫിറ്റിനാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞ ഒരു വർഷമെങ്കിലും കഴിഞ്ഞാലേ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. ആദ്യത്തെ അയാളെ മുടക്കം മുതൽ തന്നെയായിരിക്കും. അപ്പൊ നമ്മള് ഈ 1 എന്നുള്ളത് ഇവിടേക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അതാണ് എക്സിന്റെ വാല്യൂ 1 എന്നുള്ളത് എടുത്തത്, ഓർഡിനേറ്റ് ആദ്യത്തെ. എന്നിട്ട് എക്സിന്റെ വാല്യൂ 3 ആവുന്നത് വരെ, അതായത് മൂന്നാമത്തെ വർഷത്തില്, അതിന്റെ മൂന്നാമത്തെ വർഷത്തിലുള്ള എടുത്തു. അതാണ് ബി എന്ന് പറയുന്നത്. ഇതാണ് എ എന്ന് പറയുന്ന ഓർഡിനേറ്റ്, ഇതാണ് ബി എന്ന് പറയുന്ന ഓർഡിനേറ്റ്. ഇതിന്റെ ഇടയിലുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഇടയിലുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാല് അയാൾക്ക് ഈ 2 സമയത്തിനുള്ളിൽ, അതായത് 1-ാം വർഷം മുതൽ 3-ാം വർഷം വരെ കമ്പനി റൺ ചെയ്തപ്പോ എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്തെടുക്കുമ്പോഴുള്ള കേസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബില്യൺ അയാൾക്ക്, അല്ല നമ്മൾ മില്യണിലാണ് എടുത്തത്, എത്ര മില്യൺ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടായെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മളെ ഈ ഏരിയ കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ എല്ലാവർക്കും മനസ്സിൽ വെക്കുക. ഇനി നമ്മളെ പ്രോബ്ലത്തിൽ അങ്ങനെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിലൊന്നും അല്ല തന്നത്, നമുക്ക് ഡയറക്റ്റ് ആ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പിന്നെ അത് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു 1 ഉം എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ. അപ്പൊ നമ്മൾ ഉടനെ ഏരിയ കാണാനുള്ള ഫോർമുല എഴുതുന്നു. ഇന്റഗ്രൽ എ ടു ബി, എന്താണ് നമ്മളെ ഫോർമുല? y dx. ഓക്കെ, എന്തുകൊണ്ടാണ് y dx എടുത്തത്? ബൗണ്ടഡ് ബൈ ദ എക്സ് ആക്സിസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് ആക്സിസ് ആയിട്ട് ബൗണ്ട് ചെയ്യുമ്പോൾ y dx എടുക്കുക. ബൗണ്ടഡ് ബൈ ദ y ആക്സിസ് ആണെങ്കിൽ, ഇങ്ങോട്ടാണ് ബൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഇന്റഗ്രൽ a ടു b x dy എന്നാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ട് ചെയ്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏരിയ എന്തായിരിക്കും വരിക? ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ എ എന്ന് പറഞ്ഞാൽ എത്രയാ? എക്സിന്റെ ആദ്യത്തെ വാല്യൂ, അതാണ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത്. അപ്പൊ 1. ബി എന്ന് പറഞ്ഞാല് എക്സ് എങ്ങോട്ടാണ് പോകുന്നത്? 3ലേക്ക് വേരി ചെയ്യുന്നത്, അതാണ് ബി എന്ന് പറയുന്നത്, ഓർഡിനേറ്റ്. ഇനി y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ തന്നിട്ടുള്ളത്? 2x plus 3. അപ്പൊ നമ്മളുടെ 2x plus 3 into dx. ഓക്കെ, ഇനി നമ്മള് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും അതുപോലെ ഡെഫിനിറ്റ് ഇന്റഗ്രൽസും പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ തന്നു കഴിഞ്ഞാൽ ആദ്യം ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കണ്ടുപിടിച്ചിട്ട് അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ആ ഒരു വഴി തന്നെ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെറിയ പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് സുഖകരമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത ലിമിറ്റ് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ വലിയ പ്രോബ്ലംസ് ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ചെയ്തോളെ സൂചിപ്പിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആക്കിയിട്ട് ഇന്റഗ്രൽ 2x plus 3 dx ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഞാൻ ലിമിറ്റ് ഒഴിവാക്കുന്നു. അപ്പൊ അതെന്താ? 2 ഇന്റഗ്രലായി സ്പ്ലിറ്റ് ചെയ്യുന്നു. 2x into dx plus ഇന്റഗ്രൽ 3 dx. അപ്പൊ ഇതിലെ കോൺസ്റ്റന്റ് 2 ആണ്, 2 ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ ഇന്റഗ്രൽ x dx പ്ലസ് ഇതിലെ കോൺസ്റ്റന്റ് 3 ആണ്, ഔട്ട്സൈഡ് എടുത്തു, ഇന്റഗ്രൽ dx എന്നാണ്. അപ്പൊ ഇത് ഈക്വൽ ടു 2 into x എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ 1 ആയിരിക്കും. അപ്പൊ അത് x square by 2 എന്നാവും. നമ്മൾ x raised to n നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് വരിക എന്നുള്ളത് ഫണ്ടമെന്റൽ റിസൾട്ട് പഠിച്ചതാണ്. ആ റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് x square by 2 പ്ലസ് 3 ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആയിരിക്കും പ്ലസ് കോൺസ്റ്റന്റ് c. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു ഇവിടെ 2 ഉം 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ x square പ്ലസ്
3x plus c എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മളെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ. ഇനി നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ എത്ര കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. എന്താണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 3 2x plus 3 into dx. അപ്പോൾ ഈക്വൽ ടു ഇത് നമ്മൾ എത്രയാ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 3x നമ്മൾ കോൺസ്റ്റന്റ് എഴുതണ്ട, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 1 to 3. എപ്പോഴും ഏത് ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റ്. ഇപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ഈ ഡയഗ്രത്തിൽ നിന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ എക്സിന്റെ വാല്യൂ വേരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതാണ്. അതാണ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എക്സിന് 3 എന്ന് കൊടുത്തു. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 3 into 3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 3 into 1. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 3 into 3 9 എന്ന് കിട്ടും. മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 3 into 1 3 എന്ന് കിട്ടി. ഇപ്പൊ 9 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ നമുക്ക് 18 എന്ന് കിട്ടി. മൈനസ് 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു 14 എന്ന് കിട്ടി. അപ്പൊ 14 എഴുതി അവിടെ നിർത്തരുത്. നമ്മളിപ്പോ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഏരിയ എപ്പോഴും എന്ത് യൂണിറ്റിലാണ് പറയാ? ഏരിയ എപ്പോഴും സ്ക്വയർ യൂണിറ്റ്സിലാണ് പറയാം. അപ്പൊ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ, അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പൊ അത് ഏത് യൂണിറ്റിലാണ് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 14 സ്ക്വയർ യൂണിറ്റ്സ്. 14 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇതിപ്പോ അയാളെ പ്രോഫിറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അയാൾക്ക് 1ാം വർഷത്തിന്റെയും 3ാം വർഷത്തിന്റെയും ഇടയിൽ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 മില്യൺ ആണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്ന കേസിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏരിയ കാണാനൊക്കെ പഠിക്കുന്നത്. അപ്പൊ സിറ്റുവേഷൻസ് മാറി മാറി വരും, പലത് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് അതിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടു കഴിഞ്ഞാൽ എത്രയാണ് വാല്യൂസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പ്രോബ്ലം മുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമ്മള് ജസ്റ്റ് ഫോർമുല എഴുതും, എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ക്വസ്റ്റൻ നോക്കാം, നമുക്ക് ഡയറക്റ്റ് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് x equal to y square minus 2y, the y axis and the abscissa അല്ലെങ്കിൽ coordinates at y equal to 1 and y equal to 2. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാനിത് പ്ലോട്ട് ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് പ്ലോട്ട് ചെയ്യാണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ നമുക്ക് കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് x equal to y square minus 2y എന്നാണ് തന്നിരിക്കുന്നത്. അതുപോലെ y-ന്റെ വാല്യൂ 1 മുതൽ y2 വരെയാണ് മൂവ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. ഓൾസോ എന്തുകൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? എവിടേക്കാണ് ബൗണ്ട് ചെയ്യുന്നത്? y ആക്സിസിലേക്കാണ്. y ആക്സിസ് എന്ന് തന്നിട്ടുണ്ട്. നേരത്തെ പ്രോബ്ലത്തിൽ x ആക്സിസിലേക്കായിരുന്നു ബൗണ്ട് ചെയ്യുന്നത്. അതാണ് ആ വ്യത്യാസമുള്ളത്. അപ്പൊ നമ്മൾ ഏരിയ കാണുന്ന ഫോർമുല എങ്ങനെ മാറും? ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ a to b x dy എന്നാണ്. x dy വിത്ത് റെസ്പെക്ട് ടു y ലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലുള്ള ഫംഗ്ഷൻ ആണ്? y ൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ a എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. y 1 മുതൽ 2 വരെയാണ് വേരി ചെയ്യുന്നത്. ഇനി x എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? y സ്ക്വയർ മൈനസ് 2y ഇൻറ്റു dy. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ അകത്ത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതുന്നു. ഇന്റഗ്രൽ y സ്ക്വയർ മൈനസ് 2y ഇൻറ്റു dy. നമ്മൾ ലിമിറ്റ് ഒഴിവാക്കി, അതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 2 ടേം ഉണ്ട്, 2 ഇന്റഗ്രൽ ആക്കുന്നു. ഇന്റഗ്രൽ y സ്ക്വയർ dy മൈനസ് ഇന്റഗ്രൽ 2y dy. ഓക്കെ, ഇത് ഈക്വൽ ടു y സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായി മാറും? അത് y ക്യൂബ് ബൈ 3 എന്നാവും. അതിന്റെ പവർ ഒന്ന് കൂടി അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. മൈനസ് ഇതിലെ കോൺസ്റ്റന്റ് 2 ആണ്, ഔട്ട്സൈഡ് എടുത്തു. y എന്ന് പറഞ്ഞതിന്റെ പവർ 1 ആയിരിക്കും. അപ്പൊ അത് y നെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്തായി മാറും? y സ്ക്വയർ ബൈ 2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c.
അപ്പോൾ ഇത് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? y ക്യൂബ് ബൈ 3 മൈനസ് 2 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് y സ്ക്വയർ പ്ലസ് c. ഇതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നമ്മള് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്റഗ്രൽ 1 to 2 y സ്ക്വയർ മൈനസ് 2y ഇൻറ്റു dy ഈക്വൽ ടു, ഇപ്പൊ എന്ത് വാല്യൂ കിട്ടിയിട്ടുണ്ട്? y ക്യൂബ് ബൈ 3 മൈനസ് y സ്ക്വയർ കോൺസ്റ്റന്റ് എഴുതുന്നില്ല, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഒഴിവാക്കുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 1 to 2. ഓക്കെ, ഇനി ഇതിൽ അപ്പർ ലിമിറ്റ് അറിയുന്നത് 2 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് ഈക്വൽ ടു 2 ക്യൂബ് ബൈ 3 മൈനസ് 2 സ്ക്വയർ. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, y ക്കൊക്കെ പകരം 2 എന്ന് കൊടുത്തു, മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുന്നു 1 കൊടുക്കുന്നു. 1 ക്യൂബ് ബൈ 3 മൈനസ് 1 സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇത് ഈക്വൽ ടു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 into 2 into 2 8 എന്ന് കിട്ടും. 8 by 3 മൈനസ് 4 മൈനസ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 by 3 മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു 8 by 3 മൈനസ് 4 മൈനസ് നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൈനസ് 1 by 3 മൈനസ് മൈനസ് പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരുമിച്ച് ആഡ് ചെയ്യാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പൊ അത് 8 by 3 എന്നുള്ളതുണ്ട്, ഇതിന്റെ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് ഡിനോമിനേറ്ററിൽ, അത് മൈനസ് സൈൻ ആണ്. അപ്പൊ ഇവിടെ മൈനസ് 1 by 3 അത് ഒരുമിച്ചാക്കി. പിന്നെ ഒരു മൈനസ് 4 ഉണ്ട്, പ്ലസ് 1 ഉണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്താൽ അപ്പൊ ഇത് രണ്ടും നമ്മൾ ആദ്യം മൈനസ് ചെയ്യുന്നു, ഇത് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ രണ്ടിന്റെ ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് 8 ന്ന് 1 കുറയ്ക്കുന്നു. അപ്പൊ എത്ര കിട്ടി? 7 by 3 കിട്ടി. 7 by 3. ഇനി മൈനസ് 4 ഉം 1 ഉം ആഡ് ചെയ്താൽ മൈനസ് 3 എന്നായി മാറും, മൈനസ് 3. ഓക്കെ, ഇനി മൈനസ് 3 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വന്നു? 7 into 1 7 മൈനസ് 3 into 3 9 by 3 into 1 3. അതായത് നമുക്ക് മൈനസ് 2 by 3 എന്ന്, മൈനസ് 2 by 3. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏരിയ ആണ്. ഏരിയ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല, മാക്സിമം പോയാലും അത് 0 ആവും, ഏരിയ ഇല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നെഗറ്റീവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ therefore ഏരിയ അല്ലെങ്കിൽ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 2 by 3. എങ്ങനെയാ യൂണിറ്റ് പറയാ? സ്ക്വയർ യൂണിറ്റിലാണ് പറയാ. അപ്പൊ നമുക്ക് 2 by 3 സ്ക്വയർ യൂണിറ്റ്സ് ഇങ്ങനെ നമുക്ക് യൂണിറ്റ് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ, അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 by 3 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക ഏരിയ. അപ്പൊ ഇത് എന്തിനാണ് ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞത്. അത് എല്ലാവരും മനസ്സിലാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയി നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കർവിന്റെ ഇക്വേഷൻസ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. നോക്കാം. Find the area enclosed between the curve y equal to x square and the straight line y equal to x plus 2. രണ്ട് ഇക്വേഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, അതിന്റെ ഇടയിൽ വരുന്ന ഏരിയ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് അബ്സിഷ്യ തന്നില്ല, അതായത് ഓർഡിനേറ്റ്സ് ഒന്നും തന്നില്ല. ആ ഓർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പൊ ഇത് നമുക്ക് ഏകദേശം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്ത് നോക്കാൻ ശരിയായിട്ട്. ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ എക്സ് വൈ ആക്സിസ് നമ്മൾ വരച്ചു. അപ്പൊ ആദ്യത്തെ നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ y ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നുള്ളത് ഒരു സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അത് നമുക്ക് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന ഒരു ഇക്വേഷൻ, അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷനും കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞ ഇതിന്റെ ഇടയിലുള്ള ഏരിയ, ഈ കർവിന്റെയും അതായത് ഇങ്ങനെ പോകുന്ന കർവിന്റെയും ഈ കർവിന്റെയും ഇടയിലുള്ള ഏരിയ ആണ് കണ്ടത്. അതായത് ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഭാഗത്ത് വരുന്ന ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കർവിന് എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കുന്നു. ഈ ഒരു കർവിന് ഞാൻ പേര് കൊടുക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കും. ഈ രണ്ടാമത്തെ സ്ട്രേറ്റ് ലൈനിന് ഞാൻ ജി ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കുന്നു.
ജി ഓഫ് എക്സ് എന്ന് പേരുള്ളൂ. ഓക്കെ, ഇത് ഒറിജിൻ ആയിരിക്കും. ഇവിടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 എന്നുള്ള പോയിന്റ് ആയിരിക്കും. വൈയും എക്സും 0 ആയിരിക്കും. നമുക്കിത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ഈ രണ്ട് കർവും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഇത് കൂട്ടിമുട്ടുന്ന രണ്ട് ലൈനും അല്ലെങ്കിൽ ഈ കർവും ഈ സ്ട്രൈറ്റ് ലൈനും കൂട്ടിമുട്ടുന്ന ഈ രണ്ട് പോയിന്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് പറയുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഫോർമുല വ്യത്യാസം വരുന്നുണ്ട്. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. നമ്മള് ഒന്നെങ്കിൽ y dx അല്ലെങ്കിൽ x dy എന്നാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രണ്ട് കർവാണ് തന്നത്, അതിന്റെ ഇടയിലുള്ള ഏരിയ ആണ് കാണുന്നത്. അപ്പൊ നമ്മള് f of x മൈനസ് ജി ഓഫ് എക്സ്, ആദ്യത്തെ കർവ് മൈനസ് രണ്ടാമത്തെ കർവ് ഇൻറ്റു ഡി എക്സ്, അത് എക്സ് ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന വിധത്തിലുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു എക്സില് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ തന്നത്, ഗിവൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തെഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു എക്സ് പ്ലസ് 2 സോറി y ഈക്വൽ ടു ആദ്യം എന്താണ് എക്സ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ y ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ഉള്ളത് ഞാൻ എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിച്ചു. അതാണ് എഫ് ഓഫ് എക്സ്. രണ്ടാമത് തന്ന ഇക്വേഷൻ ആണ് ജി ഓഫ് എക്സ് എന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സ്, എന്താണ് ജി ഓഫ് എക്സ് എന്നുള്ളത് മനസ്സിലായി ചെയ്യുന്നത്. ഒന്നാമത്തത് നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്തു, രണ്ടാമത്തെ ജി ഓഫ് എക്സ് എടുത്തു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോയി വിചാരിച്ചിട്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റാത്ത നിൽക്കൊന്നുമില്ല, നമുക്ക് കണ്ടുപിടിക്കാവുന്നത് തന്നെയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഒന്നാമത്തെ ഇക്വേഷന്റെയും രണ്ടാമത്തെ ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്, y തന്നെയാണ് നമുക്ക് രണ്ടിലും തന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. ഇക്വേഷൻ 1ന്റെയും ഇക്വേഷൻ 2ന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. ഇത് നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ രണ്ടിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് എഴുതാം, എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. ഇവിടെ y ആണ്, ഇവിടെയും y ആണ്. അപ്പൊ രണ്ടിന്റെ വാല്യൂ സെയിം ആണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഇക്വേറ്റ് ചെയ്ത് എഴുതിയത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വീണ്ടും എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇതുകൊണ്ട് എടുത്തപ്പോൾ മൈനസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആണ്. അപ്പൊ എന്തായി മാറി, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി മാറി. അപ്പൊ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയ കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ എങ്ങനെ സോൾവ് ചെയ്യാം, നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്, എക്സ് ഈക്വൽ ടു, ഇതിൽ നിന്ന് എക്സ് ആ കണ്ടുപിടിക്കേണ്ടത്, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, എക്സ് ഈക്വൽ ടു മൈനസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ -1 ആണ്, സി എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ വീണ്ടും ഒരു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു 1. ഓക്കെ, ഇനി നമ്മളിത് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് മൈനസ് എന്നുള്ളത് +1 ആയി, പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആയി മാറി, മൈനസ് ഇൻറ്റു ഇവിടെ വീണ്ടും ഒരു മൈനസ് ഉണ്ട്, രണ്ട് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയി മാറി, -4 -2 എന്നുണ്ട്. അതുകൊണ്ടാണ് പ്ലസ് ആയത്. അപ്പോൾ 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടി. ഇവിടെ 8 എന്നായി, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 ബൈ 2 എന്ന് കിട്ടി. അപ്പൊ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 എന്നാണ്, 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് 3 ബൈ 2 നമ്മൾ പ്ലസ് സൈൻ മാത്രം എടുത്തു. ഓർ എങ്ങനെ എഴുതാം, 1 മൈനസ്
3/2 എന്ന് എഴുതാം. മൈനസ് സൈൻ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എക്സിന്റെ വാല്യൂ എന്തൊക്കെ കിട്ടും? 1 + 3 എന്ന് പറഞ്ഞാൽ 4, 4/2 എന്ന് പറഞ്ഞാൽ 2. പിന്നെ നമുക്ക് അതുപോലെ എക്സ് എന്ന് പറഞ്ഞാൽ അടുത്ത എന്ത് കിട്ടും? x = 1 - 3 എന്ന് പറഞ്ഞാൽ -2, -2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ -1 ആവും. അറിയാത്തവരുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്ത് വെക്കാം, -1 ആവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വാല്യൂസ്. ഇനി നമ്മൾ ഇതിലെ ഓർഡിനേറ്റ്, അതായത് എ എന്താണ് ബി എന്താന്നുള്ളത് നമ്മൾ എടുക്കാൻ പോവാണ്. നമ്മളെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറഞ്ഞാൽ ഇതിലെ ചെറിയ വാല്യൂ എ ആയിട്ട് എടുത്തു. ചെറിയ വാല്യൂ എന്നാൽ നെഗറ്റീവ് വാല്യൂ ആണ്, -1 എ ആക്കി എടുത്തു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആക്കി എടുത്തു. ഇതാണ് നമ്മളെ ഓർഡിനേറ്റ്. എക്സ് മൂവ് ചെയ്യുന്നത് -1 മുതൽ 2 വരെയാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 2, അതാണ് a to b എന്ന് പറയുന്നത്. ഇനി f of x എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ x² ആണ്. അപ്പൊ x² മൈനസ് g of x എന്നാണ്. g of x എന്ന് പറഞ്ഞാൽ x + 2 ആണ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തു, രണ്ട് ടേമുകളുണ്ട്, x + 2 എന്നുള്ളതിന് ബ്രാക്കറ്റ് കൊടുത്ത് എഴുതി ഇൻറ്റു dx. ഓക്കെ, ഇതൊക്കെ ചെറിയ വാല്യൂസ് ആണ്, നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 2 x² - x - 2 into dx. അപ്പൊ ഏരിയ ഈക്വൽ ടു x² ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? x³ എന്നാവും. x³ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനൊക്കെ ഫണ്ടമെന്റൽ ഫോർമുല ഒക്കെ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ചാണ്. മൈനസ് സൈൻ കൊടുത്തു. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സിന്റെ പവർ 1 ആയിരിക്കും. അപ്പൊ എന്തായി മാറും? x² ഒന്ന് കൂടി ബൈ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. -2 ആണ്. 2 പുറത്തേക്ക് എടുത്താൽ വെറും dx ഉണ്ടാവുള്ളൂ. ഈ ഇന്റഗ്രൽ 2dx എന്നായിരിക്കും അവസാനത്തെ ഉണ്ടാവുക. അപ്പൊ ആ 2 പുറത്തേക്ക് പോയാൽ ഇന്റഗ്രൽ dx എന്നാവും. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് -1 to 2. ഓക്കെ, ഇനി ഇതിൽ അപ്പർ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റ് പറഞ്ഞാൽ 2 ആണ്. അത് ഈക്വൽ ടു അപ്പൊ 2³ / 3 -2² / 2 -2 × 2. ഓക്കെ, ഞാൻ അപ്പർ ലിമിറ്റ് കൊടുത്താൽ മൈനസ് സൈൻ കൊടുത്തു. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം, ബ്രാക്കറ്റ് കൊടുത്തു. -1³ / 3 -1² / 2 -2 × -1. ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്തായി മാറും? ഇത് ഈക്വൽ ടു 2³ എന്ന് പറഞ്ഞാൽ 8/3 -4/2 എന്ന് വരും. 4/2 -4. ഇനി ബ്രാക്കറ്റ് -1³ -1ന്റെ പവർ 3 ആണ്, ഓഡ് നമ്പർ ആണ്. അപ്പൊ -1 എന്ന് വന്നു. -1/3. ഇനി ഇവിടെ മൈനസ് ഉണ്ട് പുറത്ത്. -1² എന്ന് പറഞ്ഞാൽ +1 ആവും /2. -2 × -1 എന്നാൽ അത് +2 ആയി മാറും. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഇത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ ചെയ്യാം? 8/3 -2 -4 മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ +1/3 +1/2 -2 എന്നിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്തായി മാറും? നമ്മളിത് 8/3 8/3 ഫ്രാക്ഷൻസ് ഒക്കെ ഉള്ളത് ആദ്യം എഴുതുക. +1/3 +1/3 +1/2 +1/2 അത് ഞാൻ ആദ്യം എഴുതി. ഇനി നോക്കുക, -2 -4 -6 -6 ഉം -2 -8 ഓക്കെ. ഇനി ഇത് ആദ്യത്തെ രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഇത് ആഡ് ചെയ്തു. 8 + 1 9 കിട്ടി /3 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ രണ്ടും ആഡ് ചെയ്തു /3 എന്ന് എഴുതി. +1/2 -8. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ രണ്ടെണ്ണം 9 × 2 18 +3 × 1 3 / 3 × 2 6 -8.
അപ്പോൾ അത് ഈക്വൽ ടു എന്തായി മാറും? 18 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 21/6 മൈനസ് 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8ന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും. 1 × 21 21 മൈനസ് 6 × 8 48 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ഇപ്പൊ 20 കുറച്ച് കഴിഞ്ഞാൽ തന്നെ എത്രയായി? 28 കിട്ടും. അതിൻ്റെ അകത്ത് ഒന്നും കൂടി കുറച്ച് 27 ആവും. അപ്പൊ മൈനസ് 27 കിട്ടും. ഇതിന്റെ സൈന് മൈനസ് ആണ് ബൈ 6. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെറുതാക്കാം. രണ്ടിലും 3 ഒരുപോലെ പോകുന്ന നമ്പറാണ്. അപ്പൊ മൈനസ് 27 9 തവണ 3 പോകും 9 ബൈ 6 2 തവണ 3 പോകും. അപ്പൊ 9/2 കിട്ടി. മൈനസ് 9/2. അപ്പൊ ഏരിയ ആണ്. ഏരിയ ഒരിക്കലും എന്തുണ്ടാവില്ല? നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ഏരിയ ഈക്വൽ ടു നമ്മൾ പോസിറ്റീവ് ആയിട്ട് എഴുതുന്നു 9/2 സ്ക്വയർ യൂണിറ്റ്സ്. 9/2 സ്ക്വയർ യൂണിറ്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമാണ്, മനസ്സിലാക്കി പഠിക്കുക. ഫോർമുലയിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കർവിന്റെ ഇടയിലുള്ള രണ്ട് കർവിന്റെ ഇടയിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഫോർമുലയിൽ ചേഞ്ച് വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. വളരെ സിമ്പിൾ ആയ ഒരു പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to x square plus x and the x axis. അപ്പൊ നമുക്ക് ആകെ ഒരു കർവിന്റെ ഇക്വേഷൻ ആണെന്നുള്ളൂ. x ആക്സിസുമായിട്ട് ഈ കർവിന്റെ ഇടയിലുള്ള ഏരിയ ആണ് കാണേണ്ടത്. അതിന്റെ ഓർഡിനേറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഓർഡിനേറ്റ്സ് അല്ലെങ്കിൽ അബ്സിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആകെ തന്നത് എന്താ? given y equal to x square plus x. പിന്നെ ഒരു കാര്യം തന്നിട്ടുണ്ട്, എക്സ് ആക്സിസിന്റെ ഇടയിലാണ്. അപ്പൊ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താ നമുക്ക് അറിയണം. അപ്പൊ ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് നമ്മള് y എങ്ങനെയാ ഉണ്ടാവുക, എക്സ് എങ്ങനെയാ ഉണ്ടാവുക, അതൊക്കെ എല്ലാവർക്കും അറിയാം. എക്സ് ആക്സിസിന്റെ മുകളിൽ ഏത് പോയിന്റ് എടുത്താലും y-ന്റെ വാല്യൂ എന്താണ്? ഇവിടെ y-ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ y-ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ y-ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y equal to 0 എന്നിരിക്കും. y equal to 0 എന്നിരിക്കും. Equation of the x-axis is y equal to 0 എന്നിട്ട്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. അതിൽ ഒന്നാമത്തെ നമ്മൾ f of x എടുത്തു. ആ f of x എന്ന് പറയുന്നതാണ് y equal to x square plus x എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി g of x എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ആണ് y equal to 0 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഏരിയ നമ്മൾ ഏരിയനെ ക്യാപിറ്റൽ എ എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. ഈക്വൽ ടു ഇന്റഗ്രൽ a to b f of x മൈനസ് g of x ബ്രാക്കറ്റ് കൊടുക്കുന്നു ഇൻറ്റു dx. ഇതാണ് നമ്മുടെ ഫോർമുല, ഏരിയ കാണാൻ. അപ്പൊ നമ്മൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ് ഫോർമുല. അപ്പൊ ഇന്റഗ്രൽ നമുക്ക് ഓർഡിനേറ്റ്സ് അറിയില്ല. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആ ഓർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു, ഇതിനെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇക്വേഷന്റെ രണ്ടാമത്തെ ഇക്വേഷന്റെ ഇടതുവശം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് y എന്നാണ്. അപ്പൊ ഇടതുവശം സെയിം ആണെങ്കിൽ വലതുവശം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും y ആണ്, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 0 ആണ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എക്സ് ആണ്. അപ്പൊ എക്സ് ഔട്ട് സൈഡ് എടുത്തു. x പ്ലസ് 1 കിട്ടും. x ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 1 ആണ് എക്സ്. ഇത് ഈക്വൽ ടു 0. അപ്പൊ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 കിട്ടിയത്. അപ്പൊ ഏതെങ്കിലും ഒന്നെങ്കിലും 0 ആണെങ്കിലാണ് എന്ത് കിട്ടുക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x ഈക്വൽ ടു 0 ആൻഡ് അല്ലെങ്കിൽ രണ്ട് 0 ആവുകയും ചെയ്യാം. x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു -1. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഡിനേറ്റ് ആണ് ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഇതിലെ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് നമ്മള് a എന്നുള്ള വാല്യൂ ആണ് നിൽക്കുക. -1 ആണ് 0-നേക്കാളും ചെറുത്. അപ്പൊ a ഈക്വൽ ടു -1, b ഈക്വൽ ടു 0 എന്നത് നമ്മൾ ഓർഡിനേറ്റ് എടുത്തു. ഇനി നമ്മൾ ഏരിയ കാണാനുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 0 f of x മൈനസ് g of x. f of x എന്താണ്? x square plus x മൈനസ് g of x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. നമ്മൾ x ആക്സിസിന്റെ ഇക്വേഷൻ ആണ് 0 എന്ന് എഴുതിയത്. ഓക്കെ, ഇൻറ്റു dx.
ഇനി സപ്പോസ് y ആക്സിസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇതിന്റെ മുകളിലൊക്കെ x ന്റെ വാല്യൂ എന്താണ്? 0. അപ്പൊ y ആക്സിസിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ x = 0 എന്നായിരിക്കും. അത് ഓർത്ത് വെക്കുക. ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 0 x² plus x -0 ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുക ഇൻറ്റു dx. ഇത് ചെറിയ ഇന്റഗ്രൽ ആണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താവും? x² ഇന്റഗ്രേറ്റ് ചെയ്താൽ x³/3 ഇതിന്റെ പവർ ഒന്ന് കൂടി അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. പ്ലസ് x ഇന്റഗ്രേറ്റ് ചെയ്താൽ x ന്റെ പവർ ഒന്ന് കൂടും, അപ്പൊ x² എന്നാവും. 1 ഉള്ളത് 2 ആയി /2 അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ലിമിറ്റ് ഒരുമിച്ച് തന്നെ കൊടുക്കുന്നതുകൊണ്ട് കോൺസ്റ്റന്റ് എഴുതണ്ട. ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാൻ പോവാണ് -1 to 0. ഇനി ഇതിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുന്നു. ഇത് ഈക്വൽ ടു 0³/3 പ്ലസ് 0²/2 അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ഇനി ലോവർ ലിമിറ്റ് -1 ആണ്. -1³/3 പ്ലസ് -1²/2 അപ്പൊ അതിന്റെ ലോവർ ലിമിറ്റ് കൊടുത്തു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണം. ഇത് 0 ആയി പോകും, കംപ്ലീറ്റ് 0 ആയി പോകും. മൈനസ് ബ്രാക്കറ്റ് കൊടുത്തു. -1³ എന്ന് പറഞ്ഞാൽ -1/3 പ്ലസ് -1² എന്ന് പറഞ്ഞാൽ +1 ആവും 1/2. ഇത് ഈക്വൽ ടു നീ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് 1/3 പ്ലസ് ആയി മാറി. മൈനസ് മൈനസ് പ്ലസ് ആയി. മൈനസ് പ്ലസ് എന്നുള്ളത് -1/2 എന്നായി മാറി. ഓക്കെ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 2 × 1 2 മൈനസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 2 6 അതായത് -1/6 കിട്ടും. -1/6. ഏരിയ ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാവില്ല. അപ്പൊ ഏരിയ ഈക്വൽ ടു അല്ലെങ്കിൽ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 1/6 സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ എപ്പോഴും സ്ക്വയർ യൂണിറ്റ്സിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, 1/6 സ്ക്വയർ യൂണിറ്റ്സ് കിട്ടും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കുക, x ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = 0 ആയിരിക്കും, y ആക്സിസിന്റെ ഇക്വേഷൻ x = 0 എന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ തരും. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണിത്. ഇത് നന്നായി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. Find the area included between one arc of the curve y = sin x and the x axis. അപ്പോൾ നമുക്ക് ഇവിടെ തന്ന കർവ് എന്താണ്? നമുക്ക് തന്ന കർവ് എന്ന് പറഞ്ഞാല് y = sin x, സൈൻ കർവ് ആണ്. അപ്പൊ സൈൻ കർവ് എങ്ങനെയാ പ്ലോട്ട് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാ പ്ലോട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ ഇവിടെ XY ആക്സിസ് ഇവിടെ വരച്ചു. XY ആക്സിസ് വരച്ചു. സൈനിന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 വരെ പോകുള്ളൂ. അത് നമുക്കറിയാം. ടേബിൾ വാല്യൂ 1 ആണ് മാക്സിമം വാല്യൂ ഉണ്ടാവുക സൈനിന്. പിന്നെ 0 ഇതിന്റെ ഉള്ളിലായിരിക്കും വരിക. അപ്പൊ സൈൻ 0 എന്ന് പറഞ്ഞാല് നമുക്ക് 0 ആണ് നമുക്കറിയാം. പിന്നെ നമ്മൾ പഠിച്ചത് 90ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ എടുക്കുക. പിന്നെ 90 അതായത് π/2. പിന്നെ നമ്മള് 180 π, പിന്നെ 3π/2 അതാണ് 270 ആണ്. പിന്നെ 360 അതാണ് 2π. നമ്മളിങ്ങനെ വാല്യൂസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ പ്ലോട്ട് ചെയ്യാൻ പോവാ. 0 ആകുമ്പോൾ സൈനിന്റെ വാല്യൂ 0 തന്നെ ആയിരിക്കും. ഇനി 90 ആകുമ്പോൾ സൈനിന്റെ വാല്യൂ എന്തായി? 1 ആവും. 90 ആകുമ്പോൾ 1 ആവുന്നുണ്ട്. പിന്നെ വീണ്ടും സൈൻ π അതായത് സൈൻ 180 ആകുമ്പോൾ വീണ്ടും എത്രയായി മാറും? 0 ആയി മാറും. പിന്നെ വീണ്ടും സൈനിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സൈനിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. ഓക്കെ, ഇനി പൈ ആയപ്പോൾ എത്ര കിട്ടി? 0 ആയി. ഇനി സൈൻ 3π/2 ആകുമ്പോൾ എന്താവും? സൈൻ 3π/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ 270 -1 ആയിരിക്കും. അപ്പൊ അത് വാല്യൂ -1 ആയിരിക്കും 3π/2. വീണ്ടും സൈൻ 2π ആയപ്പോൾ എന്തായി? 360 ആയി. അത് 0ലേക്ക് പോയി. അപ്പൊ ഇവിടെ ആയിരിക്കും പോയിന്റ് ഉണ്ടാവും. അപ്പൊ സൈൻ കർവ് എങ്ങനെയാണ് വരുന്നത്? അത് സ്മൂത്ത് കർവായിട്ട് വരയ്ക്കണം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് അത് വീണ്ടും -1ലേക്ക് വന്നിട്ട് പിന്നെ വീണ്ടും മുകളിലേക്ക് തന്നെ പോയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ 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 റിപ്പീറ്റ് ചെയ്ത് പോവുക ചെയ്യാം ആ കർവ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അങ്ങനെ കർവ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ വൺ ആർക്ക് ഓഫ് ദ കർവ് എന്ന് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു ആർക്കിന്റെ
ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എക്സ് ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുമ്പോഴല്ലേ. ഞാൻ ആദ്യത്തെ കർവ് തന്നെ എടുത്തത്. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സുഖം ഉണ്ടാവുക. ഏറ്റവും കാൽക്കുലേഷൻ ഒക്കെ എളുപ്പം ഉണ്ടാവുകയായിരിക്കും. 0 to π എന്നുള്ളതാണ് ഒരു കർവ് കംപ്ലീറ്റ് ചെയ്യാനാൽ 0 to π ആണ്. അത് കൃത്യമായിട്ട് നോക്കണം. അപ്പൊ ഓർഡിനേറ്റ് എന്തായിരിക്കും വരിക? എ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, ബി എന്ന് പറഞ്ഞാൽ π ആയിരിക്കും. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കണം. ഹിയർ a equal to 0, b equal to π എന്നുണ്ട്. അതാണ് നമ്മളെ ഓർഡിനേറ്റ്. ഇനി ഈ കർവ് എടുത്താലും നമുക്ക് ഇതേ ഏരിയ തന്നെ കിട്ടുള്ളൂ. ഏത് കർവ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താലും അങ്ങനെ വരും. പക്ഷെ ഈ കർവ് എടുക്കുമ്പോൾ എ എന്ന് പറഞ്ഞാൽ π എടുക്കണം, ബി എന്ന് പറഞ്ഞാൽ 2π എടുക്കണം. അതിന്റെ ഓർഡിനേറ്റ് വ്യത്യാസമുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ എന്താണ് ഏരിയ കാണാൻ പഠിച്ചത്? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ a to b. നമ്മൾ ഫസ്റ്റ് പഠിച്ച ഫോർമുല എന്താ? y dx. അപ്പോൾ ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π y എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? sin x into dx. ഇനി രണ്ടാമത് പഠിച്ച ഫോർമുല എടുത്താലും തെറ്റൊന്നുമില്ല, നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ രണ്ടാമത് എടുക്കുമ്പോൾ ഇത് ആദ്യത്തെ f(x) ആയിട്ട് y equal to sin x എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y equal to 0 എന്ന് കിട്ടും. അത് g(x) ആക്കി എടുക്കുക. എന്നിട്ട് ചെയ്താൽ ഇതേ വാല്യൂ തന്നെയാണ് കിട്ടുക. ഇനി ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് sin x എന്താണ്? മൈനസ് കോസ് എക്സ് എന്നാണ്. അപ്പൊ മൈനസ് കോസ് എക്സ് ഞാൻ ലിമിറ്റ് ഒരുമിച്ച് അപ്ലൈ ചെയ്യണം, അതുകൊണ്ട് കോൺസ്റ്റന്റ് കൊടുക്കുന്നില്ല. 0 to π. ഓക്കെ. ഇനി അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ആണ്. അപ്പൊ മൈനസ് കോസ് പൈ മൈനസ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് അതിന് എടുത്തു. വീണ്ടും ഒരു മൈനസ് ഉണ്ട്, മൈനസ് കോസ് 0. അപ്പൊ ഏരിയ ഈക്വൽ ടു മൈനസ് കോസ് പൈ എന്ന് പറഞ്ഞാൽ കോസ് 180 ആണ്. കോസ് 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ മൈനസ് എന്നുള്ളത് ആദ്യത്തെ ഇവിടെ ഉള്ള മൈനസ് ആണ്. പിന്നെ കോസ് പൈന്റെ വാല്യൂ -1 ആണ്. വീണ്ടും മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറി. കോസ് 0 എന്ന വാല്യൂ 1 ആണ്. ഓക്കെ. അപ്പൊ ഇത് ഈക്വൽ ടു മൈനസ് എന്നുള്ള +1 ആയി +1 കിട്ടി, അതായത് 2 കിട്ടി. അപ്പൊ ഏരിയ എന്തായിരിക്കും? ഏരിയ അതായത് റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 2 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പൊ ഇതിൽ ഏത് ആർക്ക് എടുത്തിട്ട് നിങ്ങൾ ഏരിയ കണ്ടാലും 2 സ്ക്വയർ യൂണിറ്റ്സ് തന്നെ ആയിരിക്കും കിട്ടുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ കാണാവുന്നതാണ്. ചിലപ്പോൾ അത് സൈനിന് പകരം കോസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ കോസിന്റെ ഡയഗ്രാം വരച്ചിട്ട് ഇതേമാതിരി കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇന്നത്തെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന ടോപ്പിക്കിലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം പ്രസാദ്.